കുരുന്നുകൾക്ക് വിരുന്നൊരുക്കുന്ന തിരുവിരുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈശോയുടെ പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൂട്ടുകാർക്ക് സുഖാണോ? സന്തോഷാണോ? അതെയോ, നമുക്ക് ഒരുപാട് അവധിയൊക്കെ കിട്ടിയില്ലേ ഈ മാസങ്ങളിലൊക്കെ? സമരമായിട്ടും ഹർത്താലായിട്ടും മഴയായിട്ടും പ്രളയമായിട്ടും ഒക്കെ. ഈ അവധി സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്താ ചെയ്തേ? കളിച്ചു. പിന്നെ വാട്സപ്പിൽ കയറി, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തു, പടം വരച്ചു, TV കണ്ടു, ഗെയിം കളിച്ചു, TV കണ്ടു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ? എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഇപ്പൊ ചെയ്താലോ? വീഡിയോ ക്ലിപ്പ് കാണാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കാണാം. വിവരവും വിജ്ഞാനവും വിനോദവും വസ്തുനിഷ്ഠമായും സത്യസന്ധമായും നമ്മളിൽ എത്തിക്കുക എന്നതാണ് യഥാർത്ഥ മാധ്യമധർമ്മം. എന്നാൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം മൂലം ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കിയാലോ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? കണ്ടോ എല്ലാവരും? എന്നാ സിസ്റ്റർ ചോദ്യം ചോദിക്കട്ടെ, എന്താ നിങ്ങൾ അതിൽ കണ്ടത്? എന്തിനെ കുറിച്ച് അതിൽ പറഞ്ഞേ? സോഷ്യൽ മീഡിയയെ കുറിച്ച്. സോഷ്യൽ മീഡിയകളെ കുറിച്ച്. എന്തൊക്കെ സോഷ്യൽ മീഡിയ നിങ്ങൾ കണ്ടു? വാട്സാപ്പിനെയും ഫേസ്ബുക്കിനെയും കുറിച്ച്. ഐറിൻ വാട്സപ്പിനെയും ഫേസ്ബുക്കിനെയും കുറിച്ച് കണ്ടു. ഇനി തേജസ് എന്തെങ്കിലും കണ്ടോ? ഒരു കുട്ടി ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടി TV കാണുന്നത്. ഒരു കുട്ടി TV കാണുന്നതാണ് സാഞ്ചോ കണ്ടത്. ഇനി ഇതിൽ ഒരുപാട് സോഷ്യൽ മീഡിയകളെ കുറിച്ച് പറഞ്ഞല്ലേ? ഇനി ഇത് കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ബ്ലോഗ്, യൂട്യൂബ്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഗൂഗിൾ, ഫേസ്ബുക്ക്. അപ്പോൾ ഒരുപാട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാല്ലേ? മിടുക്കരാണ്. എന്നാൽ നമുക്കിനി ഒരു കളി കളിച്ചാലോ? നിങ്ങൾ ഉത്തരമൊക്കെ പറഞ്ഞു മടുത്തില്ലേ? കളിച്ചാലോ? ഇഷ്ടമാണോ നിങ്ങൾക്ക് കളിക്കാൻ? എന്നാൽ ഈ കളി കളിക്കാൻ സിസ്റ്ററിന് 2 പേരെ ആവശ്യമുണ്ട്. വചനം അറിയുന്ന, കളിക്കാൻ നല്ല ഇഷ്ടമുള്ള 2 പേര് കൈവക്കിക്കേ. ജോയലും ആൻമരിയും കൈവക്കിയിട്ടുണ്ട്. നമുക്ക് അവരെ കളിക്കാൻ വേണ്ടി വിളിക്കാം അല്ലേ? ഒരു നല്ല കയ്യടി കൊടുത്തേ. ജീവിതം എന്നത് ഒരു കളിയാണ്. ഈ കളിയിൽ സോഷ്യൽ മീഡിയ നമ്മെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൂട്ടുകാരെ, എന്നെപ്പോലെ നിങ്ങൾക്കും കളിക്കാൻ ഇഷ്ടമല്ലേ? കളിക്കാൻ എന്ത് രസമാണല്ലേ? പക്ഷേ ഈ കളി വെറുമൊരു രസത്തിനല്ല കേട്ടോ. ഇതിലൊരു കാര്യമുണ്ട്. നമുക്കൊന്നിച്ച് കളിക്കാം. ഈ ഗെയിമിന്റെ നിബന്ധനകൾ ഇങ്ങനെയാണ്. ഇതിൽ ഈ 2 ബൗളിലും സിസ്റ്റർ ഓരോ വചനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇവർ 2 മിനിറ്റിനുള്ളിൽ ഈ വചനം കണ്ടുപിടിച്ച് ഇവിടെ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് ആ വചനം ഏതാന്ന് നമ്മൾ ഉറക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. റെഡിയാണോ? പേടിയുണ്ടോ? വചനങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല 2 പേരും. അപ്പോൾ നിങ്ങളുടെ വചനം ഏതാന്ന് ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ജോയിലും ആൻമരിയും നന്നായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്കൊരു നല്ല കയ്യടി കൊടുത്താലോ? ഇനി അവർ ചെയ്തത് നമുക്കൊന്ന് കാണാം. ഒരു പൊക്കി കാണിക്കാം. ജോയിലൊന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ? ഇനി ആൻമരിയുടെ. ഇനി ആ വചനം അവർ നമുക്ക് ഉറക്കെ പറഞ്ഞു തരും. ജോയിലാണ് ആദ്യം പൂർത്തിയാക്കിയത്. ജോയിലൊന്ന് പറഞ്ഞു. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. പ്രഭാഷകൻ 15:17. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്,
ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. പ്രഭാഷകൻ 15 അധ്യായം 17 വാക്യം. ഇനി ആൻമരിയ. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. പ്രഭാഷകൻ 15:16. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. പ്രഭാഷകൻ 15 അധ്യായം 16 വാക്യം. ഇനി പോയിരുന്നോ കേട്ടോ. ഈ വചനം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്നാ ഈ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായവരൊന്ന് പറഞ്ഞേ. എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ജോപ്രിക്ക് മനസ്സിലായത് എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട് അല്ലേ? ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഇനി ആർക്കാ? എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യനാണ് തന്നിട്ടുള്ളത്. ഒരു കാര്യം കാണുമ്പോൾ അതിന് എന്ത് ചെയ്യണം, എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട്. ഇനി ദൈവം തന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നന്മയാണുള്ളത് തിരഞ്ഞെടുക്കണം. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങളിലെ നന്മയായിട്ടുള്ളത് തിരഞ്ഞെടുക്കണമെന്നാണ് എബിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യങ്ങള്? അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് ദൈവം തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും വിവേകവും നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ. ഇനി ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ നന്മ തിരഞ്ഞെടുക്കാതെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൽ അത് ഒരുപാട് സ്വാധീനിക്കും തെറ്റായ രീതിയിൽ. അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൈമിലൂടെ കണ്ട് മനസ്സിലാക്കിയാലോ? ഇഷ്ടമാണോ നിങ്ങൾക്ക്? എന്നാൽ നമ്മുടെ കുറച്ച് കൂട്ടുകാര് നമുക്ക് മൈമിലൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആ മൈമ ഒന്ന് കാണാം.
മൈമ് കണ്ടോ നിങ്ങള്? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങളൊക്കെ അവര് കാണിച്ചല്ലേ, സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ അതെങ്ങനെയാ ഉപയോഗിക്കുന്നതെന്നൊക്കെ. എന്താ നിങ്ങൾക്ക് മനസ്സിലായി? കണ്ട കാര്യങ്ങളൊന്ന് പറയാവോ? പ്രാർത്ഥനാ സമയത്ത് അവർ ഫോൺ ഉപയോഗിച്ചു. പ്രാർത്ഥനാ സമയത്തും അവര് ഫോൺ ഉപയോഗിക്കുന്നതായിട്ട് അലിനെ കണ്ടു. ഇനി അപകടം സംഭവിക്കുമ്പോഴും അവർ ആ ജീവൻ രക്ഷിക്കാൻ തുനിയാതെ വീഡിയോ എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപകടം സംഭവിക്കുമ്പോൾ അവര് വീണ് കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമിക്കാതെ അവരെ കൂടെ സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെയാണ് ശ്രമിച്ചത്. ഇനി അശ്ലീല ചിത്രങ്ങൾ പകർത്തുകയായിരുന്നു. അവര് കുറെ അശ്ലീല ചിത്രങ്ങളൊക്കെ പകർത്തുന്നതാണ് അവള് കണ്ടത്. ഇനി സ്കൂളിൽ അധ്യാപകൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ അധ്യാപകൻ ഫോൺ ഉപയോഗിക്കുകയാണ്. സ്കൂളിൽ പിള്ളേര് ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും വർത്താനം പറയുന്നുണ്ട്, ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അത് ചെയ്യരുതെന്ന് പറയുന്ന അധ്യാപകനും അത് തന്നെ ചെയ്യുന്നതാണ് തേജസ് ശ്രദ്ധിച്ചത്. ഇനി ആരെങ്കിലും കണ്ടോ? മരണ വീട്ടിൽ പോലും ഫോൺ ഉപയോഗിക്കുന്നു. മരണ വീട്ടിൽ പോലും അവർ ഫോൺ ഉപയോഗിക്കുന്നതായിട്ടാണ് സേറാമോള് കണ്ടത്. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ? ഒരുപാട് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്നു. ഇന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അവരെ കൂടെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെയാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ നമ്മള് ആ കാണുന്ന സമയത്ത് രക്ഷിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്ന ഒരുപാട് ജീവിതങ്ങള് നമ്മൾ ഈ സോഷ്യൽ മീഡിയ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കൊണ്ട് ദുരുപയോഗിക്കുന്ന പോലെ സംഭവിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ ദൈവം നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും വിവേകവും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലെ നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിഞ്ഞ് അത് നല്ല രീതിയിൽ വിനിയോഗിക്കുമ്പോഴാണ് നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരാൻ നമുക്ക് സാധിക്കുന്നത് അല്ലേ? നമ്മൾ ഒരുപാട് എല്ലാവരും ആദ്യമൊക്കെ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, വാട്സപ്പിൽ കയറുന്നുണ്ട്, ഫേസ്ബുക്ക് ചാറ്റ് ചെയ്യുന്നുണ്ട്, TV കണ്ടു, കാർട്ടൂൺ കണ്ടു, മൊബൈൽ ഗെയിമുകൾ കളിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിശുദ്ധിയിൽ നല്ല കുട്ടികളായിട്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലൊക്കെ ദൈവം തന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തെറ്റ് ഏതാ ശരി ഏതാന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ, ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുത്, മക്കളെ കാർട്ടൂൺ ഒരുപാട് കാണരുത്, അല്ലെങ്കിൽ ഒരുപാട് ഗെയിം കളിക്കരുത്, കണ്ണ് നാശാവും, അല്ലെങ്കിൽ നമ്മുടെ ചിന്താരീതികളൊക്കെ മാറിപ്പോകുന്നൊക്കെ അധ്യാപകർ പറഞ്ഞു തരാറുണ്ടല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അവർ പറയുന്നത് എന്താണ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. എല്ലാം സോഷ്യൽ മീഡിയയിൽ ദോഷങ്ങൾ മാത്രമേ ഉള്ളോ? അല്ല, നമുക്കറിയാലേ ഒരുപാട് നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. നമുക്ക് എവിടെ നടക്കുന്ന കാര്യങ്ങളും കൃത്യസമയത്ത് അറിയുന്നത് എന്തിലൂടെയാ? TV മാധ്യമങ്ങള്, സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യങ്ങൾ അറിയാൻ, പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മളെ പെട്ടെന്ന് ആശ്രയിക്കുന്നത് എന്തിനാണ്? സോഷ്യൽ മീഡിയയാണ്. നമുക്ക് അധ്യാപകരെയൊക്കെ സമീപിക്കാൻ പറ്റാത്ത സമയത്തും നമുക്ക് പെട്ടെന്ന് ആശ്രയിക്കാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയകളെയാണല്ലേ? നമ്മൾ ഗൂഗിളിലൊക്കെ എത്ര പെട്ടെന്നാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഇതിൽ ഇല്ലേ? ഇടയ്ക്ക് നമുക്ക് എന്റർടൈൻമെന്റിനാണെങ്കിലും ഇടയ്ക്ക് മടുക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഒരു പരിധി കൂടുതലുള്ള നമ്മുടെ ഉപയോഗങ്ങളും വിവേകമല്ലാത്ത നമ്മുടെ പെരുമാറ്റങ്ങളും ഒക്കെയാണ് നമ്മൾ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെയുള്ള വിവേകവും സ്വാതന്ത്ര്യം ആര് തന്നിട്ടുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങ് തന്നിട്ടുള്ള വിവേകം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചാലോ? എല്ലാവരും കണ്ണടച്ച് കൈ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്നിട്ടുള്ള കഴിവുകളെയും സ്വാതന്ത്ര്യത്തെയും വിവേകത്തെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള സോഷ്യൽ മീഡിയ ഏറ്റവും നല്ല രീതിയിൽ വിവേകത്തോടെ ഉപയോഗിക്കുവാനും അതുവഴി സഭയ്ക്കും സമൂഹത്തിനും നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന മക്കളായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. എത്ര ശരിയാണല്ലേ? നാം പലപ്പോഴും നമ്മുടെ ചിന്തകൾക്കും കണ്ണിനും മനസ്സിനും ആകർഷണം തോന്നുന്ന കാര്യങ്ങളല്ലേ ശ്രദ്ധിക്കുന്നതും ചെയ്യുന്നതും. പക്ഷേ യഥാർത്ഥത്തിൽ അവയെല്ലാം അതിൻ്റെ ആകർഷണത്താൽ വലയിലാക്കി പുണ്യത്തിൽ വളരാനും ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കാനും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും തടസ്സമാക്കുന്നു. പക്ഷേ ഈശോയിലേക്ക് നമ്മെ നയിക്കുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത കൊച്ചു കൊച്ചു പുണ്യങ്ങളാണെന്ന് നാം ഇന്ന് തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് നൽകിയ ദൈവത്തെ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്കൊരു പാട്ട് പഠിച്ചാലോ? ഇഷ്ടമാണോ നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ? ഇന്ന് സിസ്റ്റർ പാടി തരാവേ, നിങ്ങൾ ഏറ്റു പാടണം. കാലമിത് കാലമിത് കാലം, സ്പീഡ് സ്പീഡായൊരു കാലം. കാലമിത് കാലമിത് കാലം, സ്പീഡ് സ്പീഡായൊരു കാലം.
മിസ്കോൾ അടിച്ചാലും മോശമാകല്ലേ, ചാറ്റ് ചെയ്ത് ജീവിതം ചീറ്റിടല്ലേ, ഓൺലൈനിൽ കുരുങ്ങി ഓഫാകല്ലേ, സെൽഫി എടുത്താലും സെൽഫിഷ് ആകല്ലേ, മിസ്കോൾ അടിച്ചാലും മോശമാകല്ലേ, ചാറ്റ് ചെയ്ത് ജീവിതം ചീറ്റിടല്ലേ, ഓൺലൈനിൽ കുരുങ്ങി ഓഫാകല്ലേ. നല്ല ജീവിതം നയിച്ചു വൈറലായിടാം, ജീസസിന്റെ സ്റ്റൈലുകൾ ട്രെൻഡാക്കിടാം. നല്ല ജീവിതം നയിച്ചു വൈറലായിടാം, ജീസസിന്റെ സ്റ്റൈലുകൾ ട്രെൻഡാക്കിടാം. കാലമിത് കാലമിത് കാലം, സ്പീഡിൽ സ്പീഡായൊരു കാലം. കുടിച്ചും പുകച്ചും മരുന്നടിച്ചും സ്വിച്ച് ഓഫ് ആയി പോകല്ലേ നല്ല പഠിസേ, വീട്ടിന്നും പള്ളിന്നും ഔട്ട് ഓഫ് റേഞ്ച് കറങ്ങിത്തിരിഞ്ഞ് വൈറസ് ആകല്ലേ, കുടിച്ചും പുകച്ചും മരുന്നടിച്ചും സ്വിച്ച് ഓഫ് ആയി പോകല്ലേ നല്ല പഠിസേ, വീട്ടിന്നും പള്ളിന്നും ഔട്ട് ഓഫ് റേഞ്ച് കറങ്ങിത്തിരിഞ്ഞ് വൈറസ് ആകല്ലേ. ദൈവത്തെ നൈസായം ഒഴിവാക്കല്ലേ, ഗോഡ്സ് റേഞ്ചിൽ ജീവിതം നൈസാക്കിടാം. ദൈവത്തെ നൈസായം ഒഴിവാക്കല്ലേ, ഗോഡ്സ് റേഞ്ചിൽ ജീവിതം നൈസാക്കിടാം. കാലമിത് കാലമിത് കാലം, സ്പീഡിൽ സ്പീഡായൊരു കാലം. സെൽഫി കാലം, 4G കാലം, വൈഫൈ കാലം, കാബാലി കാലം. കാലമിത് കാലമിത് കാലം, സ്പീഡിൽ സ്പീഡായൊരു കാലം. തിരുവിരുന്നിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിനായി നമുക്ക് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കാം. വിജയികളാകണമെങ്കിൽ പരിശ്രമിക്കണം. ഐ ആം പോസിബിൾ. എനിക്ക് ആദ്യം മുതലേ പേടിയുണ്ടായിരുന്നു. ആദ്യം മുതലേ പേടിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എന്നീശോയെ